സർവകാല പ്രസക്തങ്ങളായ കാര്യങ്ങളാണ് വേദത്തിൽ പറയുന്നത്. ഇവരുടെയൊക്കെ വിചാരം ഇതൊക്കെയോ ദുർഗ്രഹങ്ങളായ കുറേ മന്ത്രങ്ങളാണ്. ഒന്നാമത് അവർ അതിനെ നെഗറ്റീവായിട്ട് മാത്രം കാണുന്നു എന്നുള്ളതാണ്. എത്രയോ നല്ല ആശയങ്ങളാണ് വേദം പറയുന്നത്. ഒന്നാമത് പ്രകൃതി സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നു. അരണ്യാനി എന്ന വനദേവതയെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഒരു ജീവിയും ഇണയെ കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം വനത്തിലൊരു ദേവതയെ വെച്ചിരിക്കുന്നതായിട്ട് പറയുന്നു. പിന്നെ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും നന്മകൾ നമ്മളിലേക്ക് വരട്ടെ എന്ന് പറയുന്നു. ആ പറയുന്നിടത്ത് പോലും വലിയ ഇക്കോളജി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വേദം അത് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും എത്ര പ്രഗത്ഭനായിട്ടുള്ള ഗുരുനാഥൻ പഠിപ്പിച്ചാലും എല്ലാവരും ഒരുപോലെ ഒന്നിലും അവഗാഹം നേടില്ല. അവർക്കതിൻ്റെ പരിമിതികളുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള മനഃശാസ്ത്രം വേദത്തിൽ വരുന്നു, സാമൂഹ്യശാസ്ത്രം വരുന്നു, ജീവകാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു. എത്രയോ നല്ല ആശയങ്ങളാണ് വേദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടെയൊക്കെ വിചാരം കണ്ട പ്രാണികളെ പിടിച്ച് കൊന്ന് ബലി കൊടുക്കാനാണ് വേദം പറയുന്നതെന്ന് ഇവർ വിചാരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ ദുഷിക്കുന്നത്? ഇവർക്കൊക്കെ പല കള്ളലാക്കുകളുണ്ടാവും, കള്ള ലക്ഷ്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. വേദം ഇപ്പം എന്തിന് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യണം? ഞാൻ നേരത്തെ തന്നെ പറയേണ്ടായല്ലോ, എന്നെ വളരെ ആകർഷിച്ച ഒന്നാണിത്. ഈ മോഘമന്നം വിന്ദതേ അപ്രചേതാഹ എന്ന് പറയുന്ന ഭാഗം വെറുതെയാണ്. മറ്റുള്ളവൻ്റെ വിശക്കുന്നവൻ്റെ വേദന അറിയാത്തവൻ്റെ സമ്പത്ത് വെറുതെയാണ് എന്ന് പറയുന്നൊരു വേദം. തനിക്ക് മാത്രമായി അന്നം പാകം ചെയ്യുന്നവൻ പാപിയാണ് എന്ന് പറയുന്ന വേദം. അന്നം നമ്മൾ ഉണ്ടാക്കിയാൽ പോലും നമ്മളെക്കാൾ വിശപ്പുള്ളവനത് കൊടുക്കണമെന്നാണ്. വിശപ്പുള്ളവനാണ് അന്നത്തിൻ്റെ അധികാരി എന്നാണ് വേദം പറയുന്നത്. അതിനേക്കാൾ വലിയ കമ്മ്യൂണിസം ആർക്കെങ്കിലും പറയാനുണ്ടോ? വിശക്കുന്നവന് അവന് കൊടുക്കുക. നീ ഭക്ഷണം ഉണ്ടാക്കിയാൽ നീ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരതിഥി വന്നാൽ അയാൾക്ക് കൊടുക്കുക ആദ്യം, എന്നിട്ട് നീ ഉണ്ടാക്കി കഴിക്കുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 2 പേർക്കും കൂടെ പങ്കുവെച്ച് കഴിക്കാനുണ്ടെങ്കിൽ അത് കഴിക്കുക. ഇങ്ങനെ ഉള്ള ആശയങ്ങൾ പറയുന്ന വേദം. അതുപോലെ തന്നെ എല്ലാവരും അവനവൻ്റെ ജീവിതം ഒരു ഒരു യജ്ഞമായിട്ട് ആണ് ജീവിക്കേണ്ടത്. നമ്മളൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ അവനവൻ്റെ യജ്ഞസമർപ്പണമാണ്. ആ യജ്ഞം കൊണ്ട് നമുക്ക് എന്തുണ്ടാകും? നമുക്ക് ഭൂമിയിൽ അന്നമുണ്ടാവും, സമ്പത്തുണ്ടാവും. അതൊക്കെയാണ് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾ ശരിയായിട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഭൂമിയിലെ സമ്പത്തുണ്ടാവും, അത് സംരക്ഷിക്കപ്പെടും. എന്നിട്ട് ഓരോരുത്തരും അവനവൻ്റെ അർഹതയ്ക്കനുസരിച്ചിട്ടുള്ള സമ്പത്തിനെ എടുക്കുക എന്നാണ്. അല്ലാതെ സബ് ട്രഷറി ഓഫീസർ പാസ്സാക്കി തരുന്ന ശമ്പളമല്ല നമുക്ക്, പണമല്ല നമുക്ക്. എല്ലാവരും എന്താണ്? അന്നം ഉത്പാദിപ്പിക്കുന്നത്, എല്ലാവരും സമ്പത്ത് ഉത്പാദിപ്പിക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരും അവനവന് വേണ്ടത് മാത്രം അതിൽ നിന്ന് എടുക്കുന്നു. ഇതിൽ പരം വിശ്വമംഗളം എന്താണുള്ളത്? ഓരോരുത്തരും പണി ചെയ്യാം, എല്ലാവരും പണി ചെയ്യാം. അപ്പോൾ പണി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, പണി ചെയ്ത് തളർന്നവരുണ്ടാവും. ആർക്കും ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, ഏറ്റവും ഉയർന്ന സാമൂഹ്യ വ്യവസ്ഥിതി വിഭാവനം ചെയ്യുന്നതാണ് വേദം. ഇതൊന്നും അറിയാത്തവരോട്